എന്തുകൊണ്ടാണ് അത് ഗലാത്യ ലേഖനത്തിൽ എല്ലാം ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം പ്രവൃത്തികളെ ആധാരമാക്കിയുള്ള ഒരു നീതിയെ സ്ഥാപിക്കാതെ വിശ്വാസത്തെ ആധാരമാക്കിയുള്ള ഒരു നീതി സ്ഥാപിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ ഒരിക്കലും അവന്റെ യഥാർത്ഥ സ്വഭാവത്തെ കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ നിങ്ങൾ അനലൈസ് ചെയ്താൽ അതൊരിക്കലും അവന്റെ യഥാർത്ഥ സ്വഭാവത്തെ കാണിക്കുന്നില്ല. ഇപ്പൊ എന്നെ നിങ്ങൾ അനലൈസ് ചെയ്താൽ എന്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടില്ല. കാരണം മനസ്സെന്ന് പറയുന്നത് ഭയങ്കര ഡിസെപ്റ്റീവാണ്. ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ചതിയാണ്. അപ്പൊ ഒരു മനുഷ്യൻ വെളിയിൽ കാണിക്കുന്നതല്ല, അല്ലെങ്കിൽ അവൻ പ്രവർത്തിക്കുന്നതല്ല അവന്റെ സ്വഭാവം. തന്നെയുമല്ല, ഒരു മനുഷ്യൻ നല്ലത് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ നല്ലവനാകണമെന്ന് യാതൊരു നിർബന്ധവും. അവന് നല്ലത് പ്രവർത്തിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകാം. ഞാനത് നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കുട്ടികളെ വെച്ച് ഒരാളാകുന്നത്, അയാൾ വളർന്നു വന്ന അന്തരീക്ഷം, അയാൾ പഠിച്ച പാഠങ്ങൾ, ഇങ്ങനെ അനേക സാഹചര്യങ്ങളിലൂടെ അയാൾ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരാൾക്ക് ആ ഒരു സാഹചര്യം ആയിരിക്കില്ല അവർ ജനിക്കുമ്പോൾ ഉള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ആഭരണം ഊരുന്ന ഒരു വിഷയം എടുക്കും. കേരളത്തിലെ ബന്ധുക്കോസുകാരിയായിട്ടാണല്ലേ കാരനായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു നീതി ഉള്ള ആളായിരിക്കും. എന്നാൽ അതേ സമയത്ത് അമേരിക്കയിലെ ഒരു ബന്ധുക്കോസുകാരനായിട്ടാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതെങ്കിൽ സംഭവിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളെ കേരളത്തിൽ ജനിപ്പിച്ചുകൂടാ, ഞങ്ങൾക്ക് ഇത് അറിയത്ത് പോലും ഇല്ലായിരുന്നു ഞാൻ പക്ഷെ പറഞ്ഞേക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഞാൻ ആഭരണത്തിന് അനുകൂലമായ ഒരാളല്ല, എതിരുള്ള ആൾക്കാരുമല്ല. ഇത് പറഞ്ഞു എന്താ നീതി, ഒരു പ്രവൃത്തിയെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഒരു അനേകം കാരണങ്ങളാണ് ഒരുപക്ഷെ മനസ്സിലാകുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞ കുറച്ച് എളുപ്പം, ഒരു ഭവന സന്ദർശനത്തിനാണ് 3 വീടുകളിൽ അല്ല 2 വീടുകളിൽ ചെന്ന് കയറുന്നു. ആദ്യത്തെ വീട്ടില് അവർ നല്ല വിഭവസമൃദ്ധമായ ആഹാരം തരുന്നു, നല്ല സുന്ദരമായ ആഹാരം എല്ലാം തന്ന് സ്നേഹമായിട്ട് വർത്താനം പറഞ്ഞിട്ട് പോയിരുന്നു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് കിട്ടിയതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു പ്രവൃത്തികളുടെ വെച്ച് ഒരു അനാലിസിസ് നടത്തുന്ന ആരാ ജയിച്ചത്? ആദ്യത്തെ ആളാ ജയിച്ചത് അല്ലേ? ആ പ്രവൃത്തിയിൽ ജയിക്കാൻ വേണ്ടി അവിടുത്തെ കൊച്ചമ്മ അല്ലെ അമ്മാമ്മ നല്ലപോലെ അധ്വാനിച്ചിട്ടുണ്ടാവും. കാരണം ഈ നല്ല ആഹാരം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ ഈഗോയുടെയും കൂടെ പ്രശ്നമാണ്. അപ്പോൾ നല്ലപോലെ അധ്വാനിച്ചൊരു പ്രവൃത്തി അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റേ വീട്ടിൽ ചെന്നപ്പം അവർക്ക് ചായ ഇടാനുള്ള പഞ്ചസാര പോലും ആ വീട്ടിലില്ല. അവിടെ വെള്ളമല്ലാതെ ഒന്നും എടുക്കാനില്ല, അത്രേ പറ്റുന്നുള്ളൂ. ഇവിടെ നല്ല വിഭവസമൃദ്ധമായി ഫുഡ് ഉണ്ടാക്കി, പക്ഷെ അവിടെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലാതെ അവരുടെ ഹൃദയത്തിൽ ഭയങ്കര വേദനയോടെ അവർ ആ ഗ്ലാസ് വെള്ളം കൊണ്ട് വെച്ചു കൊടുക്കുന്നു. ഇതിൽ ആരാണ് നീതിമാൻ? പ്രവൃത്തി നോക്കി വിധിച്ച് ശരിയാവില്ല. ഹൃദയം നോക്കി വിധിക്കണം, വിശ്വാസം നോക്കി വിധിക്കണം, അല്ലെ? ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പൊ പ്രവൃത്തി നോക്കി വിധിച്ചു കഴിഞ്ഞാൽ ഒരാൾ നീതിമാനാകാൻ പറ്റത്തില്ല. അതിന് അവന്റെ ഹൃദയം എന്ത് പറയുന്നു എന്നറിയണം. അപ്പോൾ പുതിയ നിയമത്തിന്റെ നീതി പുറമെ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഹൃദയം എന്ത് പറയുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസത്താലുള്ള നീതിയാണ്. ഈ വിശ്വാസത്താലുള്ള നീതിക്ക് ഒരു പ്രശ്നമുണ്ട്, അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്.
എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പ്രവൃത്തികളാലല്ല ബ്രദറെ, പ്രവൃത്തികളല്ല എന്ന് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം കുറച്ച് നല്ല പ്രവൃത്തികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. റോമാലേഖനം 9 പറയുന്നത് വിശ്വാസത്താലുള്ള നീതിയോ അതെന്ത് പറയുന്നു, അത് എപ്രകാരം പറയുന്നു വെച്ചിട്ട് പറയാണ്, ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ആര് ഇറക്കിക്കൊണ്ട് വരുമെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്, അവനെ പാതാളത്തിൽ നിന്ന് ആര് കൊണ്ടുവരുമെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്, വചനം നിങ്ങൾക്ക് സമീപമായി നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. എന്തതിനർത്ഥം? ഞാൻ പറയാണ് എന്റെ നീതി ക്രിസ്തുവാണ്. പറയാൻ പറ്റുമോ അങ്ങനെ? എങ്ങനെ പറയാൻ പറ്റും? ഹി ഈസ് ഓൾ മൈ റൈച്ചസ്നെസ്. ഞാൻ പറയാണ്, ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ്, എന്റെ നീതി ക്രിസ്തുവാണ്. അപ്പൊ ആൾക്കാർ ഇരിക്കും, ക്രിസ്തു എന്തിയെ, നീ സ്വർഗത്തിൽ പോയി അവനെ ഇറക്കിക്കൊണ്ട് വരുമോ? നീ ചോദിക്കരുത്, അങ്ങനെ ചോദിക്കരുത്. അപ്പൊ യേശു എനിക്ക് പകരക്കാരനായി വരും, യേശു ക്രിസ്തുവാണ് ജീവിക്കുന്ന ഞാനല്ല എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ പാപിയായ ഒരു മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് പൗലോസിന്റെ കാലത്തും വളരെയധികം റെസിസ്റ്റൻസ് ആളുകളുടെ ഇല്ല, വിശ്വാസത്താൽ മാത്രം എന്നുള്ളൊരു ഉപദേശം. ഇന്ന് നമ്മൾ പ്രസംഗം കേൾക്കുന്ന, വെളിയിൽ കേൾക്കുന്ന പല പ്രസംഗങ്ങളിലും ഈ വിശ്വാസത്തിന്റെ തലം അല്ല, പ്രവൃത്തിയുടെ തലമാണ് പ്രസംഗിക്കപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രവൃത്തിയുടെ തലം പ്രസംഗിക്കപ്പെടുമ്പോൾ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അത് ഒരു വലിയ ഷിഫ്റ്റാണ്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനാണ് പറയുന്നത് വിചാരിച്ചു. ഓക്കെ, എന്റെ പ്രസംഗത്തിൽ അങ്ങനെയാണ് പറയുന്നത് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? അതേ പ്രവൃത്തികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിയാണോ? ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കണ്ടേ? ആണോ? ഇങ്ങനെ ആവണ്ടേ? ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കണം. നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ധരിച്ചിരിക്കണം. ഒരു പ്രവൃത്തി നിങ്ങൾ ഇത്ര ശതമാനം പൈസ പാവങ്ങൾ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കണം. പ്രവൃത്തി അങ്ങനെയാണ്. അപ്പോൾ അതോടെ റോൾ മോഡൽ ഉണ്ടാകണം. പറയുന്ന ആള് തന്നെയാണ് അതിന്റെ ഗുരു, റോൾ മോഡൽ. എന്നാൽ ക്രിസ്തുവിന്റെ നീതി എന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരുന്ന പരിപാടിയാണ്. അത് വിശ്വാസത്താലാണ് ക്രിസ്തു നമ്മിൽ വസിക്കുന്നത്. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോഴാണ് അവൻ നമ്മുടെ നീതിയായി മാറുന്നത്. അപ്പൊ നീതി എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നതല്ല, നീതി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കത് ഇത് മനസ്സിലാക്കാൻ പാടാണെന്ന് പിന്നെയും നമുക്ക് കാണാം. എബ്രായ ലേഖനം നിങ്ങൾ എടുക്കുക. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യം വായിക്കാമോ? ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷ അവയാചനം കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണബോധനായി തീരുന്നു. ഈ വാക്യത്തിനകത്ത് ആദ്യത്തെ ഭാഗം ഓക്കെ. ആദ്യത്തെ ഭാഗം എന്താ പറയുന്നത്? യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിച്ചു. ഭയഭക്തി നിമിത്തം പിതാവ് അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഓക്കെ. രണ്ടാമത്തെ ഭാഗം, പുത്രനെങ്കിലും താൻ കഷ്ടം സഹിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് കർത്താവ് നിലവിളിച്ചു എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. ഓക്കെ, അപ്പൊ മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് കർത്താവ് നിലവിളിച്ച് ഏത് മരണത്തിൽ നിന്നാണ്? ശാരീരിക മരണത്തിൽ നിന്ന് കർത്താവിനെ പിതാവ് രക്ഷിച്ചോ? ഇല്ല. ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. തന്നെയുമല്ല, എന്റെ ഇഷ്ടമല്ല പിതാവെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് കർത്താവ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അവൻ ഭയത്തോടെ നിലവിളിച്ചില്ല.
രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ആത്മമരണമാണ്. യേശുക്രിസ്തുവിന് ആത്മമരണം സംഭവിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. കാരണം ദൈവം ആത്മാവാണ്, അവന് മരിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തു മരിക്കുമ്പോൾ, ക്രൂശിൽ മരിക്കുമ്പോൾ, അവൻ അവന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിലേക്ക് ബലമേൽപ്പിക്കുകയായിരുന്നു, അല്ലാതെ ആത്മാവിൽ മരിക്കായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാപത്തിന്റെ ശമ്പളം ആത്മമരണമല്ലേ? അപ്പോൾ യേശുക്രിസ്തു പാപത്തിന്റെ ഫലം, ശിക്ഷ അനുഭവിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആത്മമരണം അനുഭവിക്കാതെ എങ്ങനെയാണ് യേശു ആ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുമായിരുന്നില്ല. യേശുക്രിസ്തു പാപപരിഹാരത്തിനായി ഒരു യാഗം കഴിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ശിക്ഷ അവന്റെ മേലായി, പക്ഷെ അത് ആത്മമരണമായല്ല വന്നത്, അത് ശരീരത്തിന്റെ യാഗമായിട്ടാണ് വന്നത്. അവൻ തന്റെ ദേഹം എന്ന തിരശ്ശീല കീറി. ഇതാ ഒരു ശരീരം അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. അല്ലാതെ യേശുവിന് ആത്മമരണം ഒരിക്കലും സംഭവിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല. ഗോഡ് ഈസ് ഓൾവേസ് ഗോഡ്. അപ്പൊ ഒരു ആടിനെ യാഗമർപ്പിക്കുന്നത് പോലെ ഊനമില്ലാത്ത കുഞ്ഞാട് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ആ ശരീരമാണ് ഒരുക്കി വെച്ചിരിക്കുക. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് എനിക്ക് ശരീരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ശരീരം, അവന്റെ ദേഹം എന്ന തിരശീല അവൻ കീറി എന്നാണ്. ഇറ്റ് വാസ് എ സാക്രിഫൈസ് ഓഫ് ദ ബോഡി, ഡെത്ത്. ആ മരണം സംഭവിക്കുന്ന സമയത്ത്, ശാരീരികമായ മരണം സംഭവിക്കുന്ന സമയത്ത് കർത്താവ് അവന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ബലമേൽപ്പിക്കുകയായിരുന്നു. അതല്ലാതെ നരകത്തിൽ പോവായിരുന്നില്ല. യേശുക്രിസ്തു മരിച്ച ഉടനെ നരകത്തിൽ പോയി എന്ന് വിശ്വസിക്കുന്ന കൾട്ടുകളും ഉണ്ട്. അപ്പോൾ എന്താ? പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ നരകം പാപത്തിന്റെ ശിക്ഷയല്ലേ? അപ്പൊ യേശു പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കണ്ടേ? വേണ്ട. അവിടെ ഒരു വാഗ്ദത്തമുണ്ട്. തൻ്റെ പ്രിയനെ അവൻ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല, അവനെ പാതാളത്തിൽ തള്ളിക്കളയുകയില്ല. ക്രൈസ്റ്റ് വിൽ നോട്ട് ഗോ ടു ഹെൽ. അത് ആത്മമരണമാണ് ഈ നരകം എന്ന് പറയുന്നത്. ഇതെല്ലാം ഫോൾസ് ഡോക്ട്രിൻസാണ്. പല ആൾക്കാരും ഇത് അറിയാതെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. യേശുക്രിസ്തുവിന് ആത്മമരണം സംഭവിച്ചെന്നു. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അവന്റെ യാഗം. അപ്പൊ എന്ത് മരണത്തിൽ നിന്നാണ് കർത്താവ് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അത് ശാരീരിക മരണവുമല്ല, ആത്മീക മരണവുമല്ല, പിന്നെ എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. 6-ാം വാക്യം പറയുന്നത് അങ്ങനെയാണ്. അല്ല, അത് തന്നെ 7, 8, 9 നമ്മൾ വായിച്ചത് 5-ാം അധ്യായത്തിന്റെ 7-ന് മുമ്പുള്ള 6-ാം വാക്യം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞുള്ള 10-ാം വാക്യം വായിച്ചു നോക്കിയേ. അങ്ങനെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ളൊരു പുരോഹിതൻ എന്നുള്ള നാമം ദൈവത്തിൽ നിന്ന് അവന് ലഭിച്ചുമിരിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയായിരുന്നു? ഒരു മഹാപുരോഹിതന്റെ പ്രാർത്ഥനയാണ്. ഈ മഹാപുരോഹിതൻ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? തനിക്ക് വേണ്ടിയും തന്റെ ജനത്തിന് വേണ്ടിയുമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് 4-ാം അധ്യായത്തിൽ, ഇതിനു മുമ്പ് പറഞ്ഞു വരുന്നത് അവനിൽ പാപം ഉണ്ടായിരുന്നില്ല എന്ന്. അവൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിൽ അവന് പാപം ഉണ്ടായിരുന്നില്ല. അപ്പൊ കർത്താവിന്റെ യാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു അവന്റെ പാപത്തിന് പരിഹാരമായിട്ടല്ല അർപ്പിച്ചത്, അത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ്. ഓക്കെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് കർത്താവ് പറയുമ്പോൾ അവൻ ആരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മരണത്തിൽ നിന്ന് ശരിക്ക് പിതാവ് പ്രാർത്ഥന കേട്ട് രക്ഷപ്പെടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നമ്മളാണ്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പുത്രൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ആരെയാണ് മരണത്തിൽ നിന്ന് രക്ഷിച്ചത്? ആ ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെയാണ് രക്ഷിച്ചത്. അപ്പൊ പിന്നെ യേശുക്രിസ്തു എന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു
നേരത്തെ പരീശന്മാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. അപ്പോൾ യേശുക്രിസ്തു മരിച്ചാൽ ആര് തന്നെ ഉയർത്തെഴുന്നേക്കും? യേശുവിന് തന്നെ എഴുന്നേക്കാൻ പറ്റും. അത് പിതാവ് അവനെ എഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഹീ ഈസ് ഗോഡ്, ഹി ക്യാൻ ജസ്റ്റ് റൈസ് അപ്പ് ആൻഡ് ഗോ. അതുപോലെ കർത്താവ് വേറെടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ജീവൻ വെക്കുവാനും എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് ഒരു ദാസനെ പോലെ വന്നു, എന്നിട്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് തന്നെത്താൻ പോകാൻ അവന് പറ്റുമായിരുന്നു. പക്ഷെ അവൻ അനങ്ങിയില്ല. അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, നീ എന്നെ ഉയർപ്പിക്കാതെ എനിക്ക് പോകണ്ട, നീ എന്നെ ഉയർപ്പിച്ചേ പറ്റുള്ളൂ, ഈ മരണത്തിൽ നിന്ന് നീ എന്നെ വിടുവിച്ചേ പറ്റുള്ളൂ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എഴുന്നേറ്റ് പോയാ പോരെ? പോരാ. കാരണം യേശു മരിച്ചപ്പോൾ അത് എൻ്റെ മരണവും കൂടെയായിരുന്നു. അപ്പൊ യേശു പുനരുത്ഥാനം ചെയ്താൽ എന്തും കൂടെയാണ്? എൻ്റെ പുനരുത്ഥാനം കൂടെയാണ്. അപ്പൊ പിതാവിന് എന്നെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യേശുവിനെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കുള്ളൂ. വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടി കർത്താവ് തൻ്റെ ശരീരത്തെ യാഗം കഴിക്കുമ്പോൾ ദൈവം ആ യാഗത്തെ സ്വീകരിച്ചു. ചേസിന് വേണ്ടിയുള്ള യാഗത്തെ ദൈവം സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്തെന്നറിയണം? യേശുവിനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ചതാണ്. യേശുവിനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കാര്യം ഓക്കെ ആയിരുന്നു. കാരണം കർത്താവ് യാഗം കഴിച്ചപ്പോൾ അത് എനിക്ക് വേണ്ടിയായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ പിതാവ് എന്ത് ചെയ്തു? യാഗം കഴിച്ച പുത്രനോട് എഴുന്നേറ്റ് പോരാൻ പറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താണ്? പുത്രൻ കഴിച്ച യാഗം പിതാവ് സ്വീകരിച്ചിരിക്കുന്നു. അത് ആർക്ക് വേണ്ടി കഴിച്ചിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പോവാം. അപ്പോ ആ വീട്ടിലെ ആ ഓഫീസിലെ ഡയറക്ടർ തന്നെ നിങ്ങളുടെ പേര് റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ എത്ര % സാധ്യതയുണ്ട്? അവിടുത്തെ മെയിൻ ഡയറക്ടർ തന്നെ നിങ്ങളുടെ പേര് റെക്കമെൻഡ് ചെയ്താൽ, ജോലിക്ക് റെക്കമെൻഡ് ചെയ്താൽ അവിടുത്തെ ജോലി കിട്ടാൻ എത്ര % സാധ്യതയുണ്ട്? 100% സാധ്യതയുണ്ട്, അല്ലേ? ശരിയല്ലേ? ഇന്റർവ്യൂ ബോർഡിന് എടുത്തിട്ട് എന്നിട്ടും കാര്യമില്ല. കാരണം എന്താ? ഓൾറെഡി ഡയറക്ടർ നിങ്ങളുടെ പേര് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കർത്താവ് പിതാവിനോട് എന്താ പറഞ്ഞേക്കുന്നറിയോ? ചേസിനെ ഞാൻ രക്ഷയ്ക്കായിട്ട് അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചേക്കുന്നത്. അതുകൊണ്ട് അവന്റെ പേര് ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നീ അവനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പൊ കർത്താവ് മരിക്കുമ്പോൾ ഞാൻ അവനോട് മരിച്ചിട്ടുണ്ട്. ഇനി എഴുന്നേൽപ്പിക്കും എന്ത് സംഭവിക്കും? ഞാൻ അവനോട് എഴുന്നേൽക്കും. അതിനർത്ഥം എന്താ? കർത്താവ് എനിക്ക് വേണ്ടി കഴിച്ച യാഗത്തെ പിതാവ് സ്വീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ. അതിനർത്ഥം എന്താ? നീ നീതിമാനായി മാറുമെന്ന. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, രക്ഷിക്കപ്പെടുന്ന പറയുന്നത് തന്റെ താഴെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ എന്തും കൂടെയാണ് വിശ്വസിക്കുന്നത്? അവനെ എഴുന്നേൽപ്പിച്ച പിതാവ് അതേ ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന എന്നെയും എഴുന്നേൽപ്പിക്കുന്നു. വിശ്വാസമുണ്ടോ? കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കുമെന്ന്. ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള അതേ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളതിനാൽ അവൻ എന്നെ ഉയർപ്പിക്കും. അപ്പൊ അർത്ഥം എന്താണ്? എന്നെ ദൈവം നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു. ഹി ഹാസ് ജസ്റ്റിഫൈഡ് മീ. എൻ്റെ കളങ്കങ്ങളെ, കുറ്റങ്ങളെ എല്ലാം, ദാറ്റ് മീൻസ് എൻ്റെ പാപങ്ങളുടെ കടം തീർന്നു എന്നുള്ള കാര്യം പിതാവ് അംഗീകരിച്ചിരിക്കുന്നു. ഹി ഹാസ് അപ്രൂവ്ഡ് മൈ നെയിം. ഇനി ഒരു ചോദ്യമുണ്ട്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ എന്നെ ഓർത്തുകൊണ്ടാ മരിച്ചതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ലോകത്തിലുള്ള എല്ലാവരും ഓർത്തുകൊണ്ടാണ് മരിച്ചതെങ്കിൽ ലോകത്തിലുള്ള ആരും ഒത്തിരി പേര് രക്ഷിക്കപ്പെടുന്നില്ലല്ലോ, നിത്യജീവന്റെ വാഗ്ദത്വം പ്രാപിക്കുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് യാഗം കഴിച്ചത്, എൻ്റെ കടങ്ങളെ അവൻ മാറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഈ മഹാപൗരോഹിത്യത്തിൽ ഞാൻ എവിടെയാണ്? കർത്താവ് എൻ്റെ പേര് വെച്ചോണ്ടാണോ പ്രാർത്ഥിച്ചത്? അതിനും ബൈബിളിൽ മറുപടിയുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നു, കർത്താവ് പറയാണ്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല. നീ എനിക്ക് തന്നിട്ടുള്ളവരായതുകൊണ്ട് അവർക്ക് വേണ്ടി അത്ര അപേക്ഷിക്കുന്നു. അപ്പം 11 ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു. ഇനി 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അവരുടെ വചന നിമിത്തം എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ മഹാപുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സംഖ്യയിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ഹോൾ വേൾഡ്, ഇറ്റ് ഈസ് ഫോർ ദോസ് ഹു ബിലീവ്. വിശ്വാസത്താൽ ലഭിക്കുന്ന പാപമോചനം, നിത്യജീവൻ, ആത്മാവിനാലുള്ള ജീവൻ, ഇതെല്ലാം ആരുടെ അവകാശമാണ്? വിശ്വസിക്കുന്നവർക്ക് മാത്രം അവകാശമാണ്. ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷെ ദൈവത്തിന് വിശ്വാസികളെ മുൻകൂട്ടി അറിയാം. അവരുടെ പാപങ്ങളാണ്, വിശ്വസിക്കുന്നവരുടെ പാപങ്ങളാണ് കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ച് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ പാപത്തെയും കർത്താവ് ചുമന്നില്ലേ? ചുമന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ലോകം എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഞാനൊരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ നിങ്ങളോട് പറയാം. ഇപ്പൊ ഇവിടെ 41 പേരുണ്ട്. 41 പേരും ഒരു കൊള്ളപ്പലിശക്കാരന്റെ കയ്യിൽ നിന്ന് 10% പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ? എല്ലാവരും വിചാരിച്ചോ? അപ്പോൾ ഞാൻ വന്ന് ആ കൊള്ളപ്പലിശക്കാരനെ കണ്ട് ഈ 40, ഞാൻ കൂട്ടം 40 പേരുടെ പൈസ ഞാൻ അടച്ചു തീർത്തു എന്ന് വിചാരിച്ചോ? ഓക്കെ, ശ്രദ്ധിക്കണേ. ഈ 41 പേരിൽ 10 പേർക്ക് ഈ കടമടച്ച് ഇത് വീട്ടിയ കാര്യം മനസ്സിലായി എന്ന് വിചാരിച്ചു. അവരവിടെ ചെല്ലുമ്പം പറയും, എന്റെ കണക്കെല്ലാം തീർന്നതാണ്, എന്റെ കർത്താവല്ല, സോറി, ഈ മനുഷ്യൻ വന്ന് എന്റെ കടവെല്ലാം വീട്ടിയതാണ്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ ഓക്കെ, ഹിസ് നെയിം ഈസ് ദേ, അവനകത്ത്. വേറൊരുത്തൻ വരുന്നു, അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടത് അറിഞ്ഞിട്ടില്ല. സംബന്ധിച്ചോ? അവൻ വരുമ്പോ അവൻ പിന്നെ പൈസ അടയ്ക്കേണ്ടി വരുമോ ഇല്ലയോ? നിങ്ങൾ തലകൊണ്ട് പറഞ്ഞ് വരില്ല. കാരണം എന്താ? ആ ഫീസ് വേറൊരാള് അടച്ചു കഴിഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിലുള്ള സകലരുടെയും പാപങ്ങൾ പരിഹരിച്ചു എങ്കിൽ ഇതറിയാത്ത ജനം ന്യായവിധി ദിവസത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് ഓൾറെഡി അടച്ചതാണെങ്കിൽ എല്ലാവരും സ്വർഗത്തിൽ പോവില്ലേ? സ്വസ്ഥമായിട്ട് ആലോചിക്കൂ മക്കളെ, സഹോദരങ്ങളെ. അപ്പൊ അവിടെ ചെന്നപ്പം എനിക്കറിയത്തില്ല അടച്ച വിവരം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ, നിനക്ക് അടച്ച വിവരം അറിയത്തില്ലേ എന്ന് നീ ഒന്നുകൂടെ അടയ്ക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പെയ്ഡ് ഈസ് പെയ്ഡ്, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് മൈ നെയിം. ഞാൻ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു ഒരിക്കൽ വീട്ടിയ കടം പിന്നെയും ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ നരകത്തിൽ കിടന്ന് പിന്നെയും വീട്ടേണ്ടി വന്നാൽ, യേശുക്രിസ്തു അവന് വേണ്ടി മരിച്ചപ്പോൾ ആ ശിക്ഷയുടെ പരിഹാരം ചെയ്തില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഇതാകെ കുഴച്ചു മറിച്ചു അല്ലേ? നിങ്ങൾ ആലോചിക്കുമായിരിക്കും, എന്റെ കർത്താവേ, ഇയാള് ശരിയല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട്. അതുകൊണ്ട് ബൈബിള് വളരെ വ്യക്തമായിട്ട് പറയുന്നു, യേശു കർത്താവ് അവന്റെ സഭയ്ക്ക് വേണ്ടിയാണ് മരിച്ചത്. ചിപ്പിക്കുള്ളിലുള്ള മുത്തിന് വേണ്ടിയാണ് മരിച്ചത്. ലോകത്തിലുള്ള സകലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ ചില ആൾക്കാർ പറയും, ആ കുറെ ആൾക്കാർ രക്ഷപ്പെടാത്തത് യേശുക്രിസ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, അത് അവരുടെ കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്തെന്നറിയാമോ? യേശു കർത്താവ് ആരൊക്കെ അവന് വിശ്വസിക്കുമെന്ന് അവൻ മുൻകൂട്ടി അറിയുന്നു. നിങ്ങൾ 500 പേരുടെ പ്രസംഗം പ്രസംഗിച്ചാൽ അതിൽ എത്ര പേര് രക്ഷിക്കപ്പെടുന്നുള്ള കാര്യം കർത്താവിന് മുൻകൂട്ടി അറിയാം. ആ പേരുകളെല്ലാം കർത്താവിന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. അത് അവന്റെ മക്കൾ തന്നെയാണ്. കാരണം ദൈവത്തിന്റെ സർവജ്ഞാനം അങ്ങനെയാണ്. ഹി നോസ് എവറിത്തിങ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പൊ നമ്മൾ സുവിശേഷം പറയുമ്പം ഒരു 10 പേരുടെ സുവിശേഷം പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോ.
അപ്പൊ എന്നോട് സുവിശേഷം പറയുമ്പം എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇങ്ങനെ പറഞ്ഞത്, യേശു കർത്താവ് നിനക്ക് വേണ്ടിയാ മോനെ മരിച്ചത് എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിൽ അത് കൊണ്ടു. ശരിയാണ്, യേശുക്രിസ്തു എന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ സത്യമായതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ആത്മാവ് ഒരു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഉണ്ടായിരുന്നടാ അതിനകത്ത്. ഓക്കെ, എന്റെ ദൈവമേ, എന്തൊരാശ്വാസം. നിങ്ങളിൽ എത്ര പേര് ആ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു? യേശുക്രിസ്തു പ്രാർത്ഥിച്ച ലിസ്റ്റില് നിങ്ങളുടെ പേരുണ്ടായിരുന്നു എവിടെയെങ്കിലും ഇങ്ങനെ ലിസ്റ്റിൽ താഴെ എവിടെയെങ്കിലും? എന്നിട്ട് പിതാവിന്റെ കയ്യിലേക്ക് ആ പ്രാർത്ഥന ലിസ്റ്റ് കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, അവനെ വിട്ടേക്കല്ലേ, അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം, ഞാൻ അവന് വേണ്ടി ഇങ്ങനെയാണ് മരിച്ചേക്കുന്നത്. ഞാൻ മല്ലപ്പള്ളിയിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഒരു ആന്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ എൻ്റെ മക്കൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ആര് പ്രാർത്ഥിച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് തന്നെയാണ് എൻ്റെ പേര് വെച്ച് പിതാവിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് പലരും പറയാറുണ്ട്, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് വേണ്ടി, ചെറുപ്പം തൊട്ടേ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാത്ത അമ്മമാരുള്ളത് ആരുടെയും കുറ്റമല്ലല്ലോ. അപ്പൊ കർത്താവ് പക്ഷപാതമല്ലേ കാണിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന അമ്മമാരുള്ളവരെല്ലാം രക്ഷിക്കും. റെക്കമെൻഡേഷൻ അനുസരിച്ചാണോ സാൽവേഷൻ? അപ്പൊ അങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനില്ലാത്ത അമ്മമാരില്ലാത്തവർ എന്ത് ചെയ്യും? അപ്പൊ ദൈവം നല്ല അപ്പനും അമ്മയുള്ളവരെ പിള്ളേരാണോ പെട്ടെന്ന് രക്ഷിക്കുന്നത്? എല്ലാം കുഴപ്പമല്ലേ, സകലത്തും കുഴപ്പത്തിലായല്ലേ? സഹോദരങ്ങളെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ഇവിടെ ആരും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടല്ല. അവർ പ്രാർത്ഥിച്ചതെല്ലാം ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, അതില്ലെന്ന് വെറുതെ ഒന്നും പോയിട്ടില്ല. പക്ഷെ ദൈവം ശരിക്കും എന്നെ രക്ഷിച്ചത് കർത്താവ് അവിടെ ഇരുന്ന് നിലവിളിച്ച് കരഞ്ഞ്, ചേസിനെ വിടല്ലേ എന്ന് പറഞ്ഞ് പിതാവിനോട് പറഞ്ഞു. പിതാവ് പറഞ്ഞു, ഓക്കെ, നീ പറഞ്ഞ ഒരുത്തനും നഷ്ടപ്പെട്ടു പോവില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ തെരഞ്ഞെടുത്ത ശേഷം എൻ്റെ അടുത്തേക്ക് സുവിശേഷം എത്തിക്കാൻ വേണ്ടി ആൾക്കാരെ റെഡിയാക്കി, അവസരങ്ങളെ റെഡിയാക്കി കർത്താവ് എന്നെ കൊണ്ടത് കേൾപ്പിച്ചു. എത്ര ഭയങ്കര അത്ഭുതമല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കുന്നതല്ലാത്തതുകൊണ്ട് മനുഷ്യർ മനസ്സിലാക്കത്തില്ല, ഗ്രഹിക്കില്ല. അത് 5, 6, 7 അല്ല, എബ്രായർ 5-ന്റെ 6, 7, 8 7, 8, 9 വാക്യങ്ങൾ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്, അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണമായി തീർന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം, അനുസരിച്ചതാരാ? അവനാ. കഷ്ടം അനുഭവിച്ചാരാ? അനുസരിക്കാൻ വേണ്ടി കഷ്ടം അനുഭവിച്ചാരാ? അവനാ. നീതിമാനായതാരാ? ഞാൻ. ഇത് ആർക്കെങ്കിലും മനസ്സിലാവും? ഒരാൾക്ക് മനസ്സിലാവും. യേശുക്രിസ്തുവിന്റെ നീതി വിശ്വാസത്താൽ എനിക്ക് എങ്ങനെ വരും? എന്റെ സഹോദരങ്ങളെ, ഞാൻ 5-6 വർഷമായിട്ട് ഇതും പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ പ്രസംഗം ഇഷ്ടപ്പെടുന്നവർ പോലും ഇത് എങ്ങനെ വർക്കാകുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ചില ആൾക്കാർക്ക് അത് വലിയ ഇടർച്ചയായിട്ടും മാറുന്നുണ്ട്, തെറ്റിദ്ധരിക്കുന്നുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്ന വർക്ക് വേണ്ടെന്ന് ഞാൻ പറയുന്നെന്ന്. ഞാൻ വർക്ക് വേണ്ടെന്നല്ല, മനുഷ്യന്റെ വർക്ക് പോരാ, ദൈവത്തിന്റെ വർക്ക് വേണം. അതില്ലാത്തവരൊന്നും രക്ഷപ്പെടില്ല. നമ്മുടെ നീതിവസ്ത്രമല്ല, കുഞ്ഞാടിന്റെ നീതിവസ്ത്രം വേണം. അവൻ നടന്ന നടപ്പ് വേണം, അവന്റെ ജീവൻ വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് മനുഷ്യരല്ല സാധ്യമൊന്നും വിശ്വാസത്താലെന്നും പറയുന്നത്. തിരിച്ചാ, നമുക്ക് ആ പ്രവൃത്തികൾ നിർബന്ധം, നമുക്ക് അനുസരിച്ചേ പറ്റൂ. വി ആർ സ്ലേവ്സ് ഓഫ് റൈച്ചസ്നെസ്. നമ്മൾ അനുസരണത്തിന്റെ അടിമകളാണ്, നീതിയുടെ അടിമകളാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പ്രയാസമെന്ന് ആരാ പറഞ്ഞേക്കുന്നറിയോ? എബ്രായ ലേഖനകർത്താവ് തന്നെ പറഞ്ഞേക്കുന്നത്. 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി, 5-ന്റെ 10. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഇനി അടുത്ത വാക്യം വായിച്ചു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഈ കാര്യത്തെക്കുറിച്ച് ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷെ ഈ ചെവി മന്ദിച്ചു പോയോണ്ട് തെളിയിക്കാൻ പറ്റില്ല. പറഞ്ഞാൽ
നിങ്ങൾക്കറിയാം, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ദുരുപദേശങ്ങളുടെ ബഹളം. അപ്പൊ ഇനി കുറച്ചും കൂടെ വിശദീകരിച്ചിരുന്നെങ്കിൽ ഈ പരിജ്ഞാനമില്ലാത്തവരെല്ലാം കൂടെ അത് വളച്ച് കെട്ടി മഹാദുരുപദേശങ്ങളാക്കിയനെ. അതുകൊണ്ട് പൗലോസ് പറയാണ്, പരിജ്ഞാനം ഉദിക്കാത്തതുകൊണ്ട് ഇത് കൂടുതൽ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറയാൻ നിവൃത്തിയില്ല. എന്തിനെക്കുറിച്ചാ? യേശുക്രിസ്തു അനുസരണം പൂർത്തിയാക്കി കഷ്ടം അനുഭവിച്ചു, അതിനുകൊണ്ട് ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്നേ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഗുട്ടൻസ്? യേശുക്രിസ്തു എനിക്ക് പകരം അനുസരിച്ച് നീതിമാനായി മാറി. ഞാൻ വേറെ രീതിയിൽ അത് പറയാം. ഹെരോദാവിന്റെ കാലത്ത് അനേകായിരം കുഞ്ഞുങ്ങളെ, 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നു കളഞ്ഞു. ആ കൂട്ടത്തിൽ യേശു മരിച്ചിരുന്നുവെങ്കിൽ പോലും അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ മതിയാകുമായിരുന്നു. കാരണം അത് നിഷ്കളങ്ക രക്തമായിരുന്നു. പക്ഷേ അവൻ നമുക്ക് പകരം നീതിയായി മാറാൻ പറ്റത്തില്ല. He could not have created that righteousness for me. അതുകൊണ്ട് അവൻ സ്നാനമേൽക്കേണ്ടി വന്നു. എന്തിനാ സ്നാനമേറ്റത് യേശു? പലരും പറയും നമുക്ക് മാതൃക കാണിച്ചു തന്നു. അങ്ങനെ എവിടെയെങ്കിലും ഇല്ല. അവിടെ വേറൊരു കാര്യം എഴുതിയേക്കുന്നു. യോഹന്നാനോട് കർത്താവ് പറയാണ്, ഇങ്ങനെ നമുക്ക് സകല നീതിയും നിവർത്തിക്കും. എന്ത് നീതി നിവർത്തിക്കാനാ കർത്താവ് വന്നത്? ആദാമിന്റെ സന്തതിയെ, അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ആർക്ക് വേണ്ടി നീതിയെ പൂർത്തിയാക്കാനാ കർത്താവ് വന്നത്? യേശുവിന് നീതി ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ രക്ഷിക്കാനുള്ള നീതി അവൻ അധ്വാനിച്ച് സമ്പാദിച്ചു. വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്ന, ഇത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ കേൾക്കാൻ മന്ദതയുള്ളവരായതുകൊണ്ട് ഇത് തെളിയിച്ചു തരാൻ പ്രയാസമാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീക അനുഭവത്തിലൂടെ ഇതെങ്ങനെയാണ് ഈ യേശുവിന്റെ നീതി എന്നിലേക്ക് വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൽപ്രവൃത്തിയാണോ, അതോ ചുമ്മാ ഒരു വിശുദ്ധ പ്രവൃത്തിയാണോ, അതോ ഒരു ദുഷ്പ്രവൃത്തിയാണോ? ഹൃദയത്തെ ആലോചിച്ചാൽ മതി. സൽപ്രവൃത്തിയാണോ, ദുഷ്പ്രവൃത്തിയാണോ, വിശുദ്ധ പ്രവൃത്തിയാണോ? ഉത്തരം പറയുന്നതിന് മുമ്പ് എന്തായാലും വിശുദ്ധ പ്രവൃത്തിയല്ല. അതിന്റെ കാരണം എന്നിൽ തന്നെ ഞാൻ നോക്കിയാൽ ഈ പ്രസംഗം കൊണ്ട് ദൈവത്തിന്റെ നാമം ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ മഹത്വപ്പെട്ടതുപോലെയോ, പൗലോസിന്റെ എനിക്ക് അറിയത്തില്ല, എനിക്ക് അത്രയും നിങ്ങളോട് സ്നേഹമോ യേശുവിനോട് അത്രയും മഹത്വം കൊടുക്കുന്ന ആ ഒരു ഇന്റേണൽ ബ്രോക്കൺനെസ്സോ പല സമയത്തും ഇല്ല. അപ്പൊ കുറച്ച് മഹത്വം അവിടുന്ന് ഇവിടുന്ന് പാറി പറഞ്ഞ് എന്റെ തലയിൽ വന്നിരിക്കും. ആൾക്കാർ പറയും, ചേസ് പാസ്റ്ററെ പ്രസംഗം ഭയങ്കര അനുഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ പാപത്തിന്റെ ആ ഒരു ഫലം, ഇംപെർഫെക്ഷൻ, ഒരു തികയില്ലായ്മ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോ ദൈവം ഈ പ്രസംഗം കണ്ടിട്ട് മെറിറ്റ് വെച്ച് മാർക്കിട്ടാൽ എനിക്ക് 0 തരുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് 100 കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് യേശു എന്ന പകരക്കാരൻ വരുന്നത്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിശ്വസിച്ചു എന്ന് വിചാരിച്ചു, ഞാൻ മരിച്ചു. അപ്പൊ ഞാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശസ്തി പ്രശ്നമല്ല, നിങ്ങൾ എന്ത് വിചാരിക്കുന്നുള്ള പ്രശ്നമല്ല, ഞാൻ മരിച്ചല്ലോ. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് കർത്താവ് എന്ത് ചിന്തിക്കുന്നുള്ളത് മാത്രമാണ്. So Christ lives in me എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഇത് ഞാനല്ല പ്രസംഗിക്കുന്ന, I died in my place, Christ is speaking to you. സംസാരിക്കുന്ന ഞാനാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ടാകാം.
അപ്പൊ എന്റെ ഈ 0 പ്രവൃത്തിക്ക് എന്ത് പ്രതിഫലം കാണും സ്വർഗത്തിൽ? എന്റെ ബലഹീനതയിലൂടെ തികഞ്ഞു വരുന്ന ക്രിസ്തുവിന്റെ ധനവും വാഗ്ദത്തവും അവകാശവും അവൻ എനിക്കാണ് തന്നിരിക്കുന്നത്. ത്രൂ ഫെയ്ത്ത് ഐ ആം ഗെറ്റിംഗ് ഹിസ് റിവാർഡ്. മനസ്സിലായോ? ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ആര് പ്രസംഗിച്ചതിന്റെ ഗിഫ്റ്റ്, ആര് പ്രസംഗിച്ചതിന്റെ റിവാർഡാണ് ഞാൻ മേടിക്കാൻ പോകുന്ന അറിയോ? കർത്താവ് നിങ്ങളോട് പ്രസംഗിച്ചതിന്റെ റിവാർഡാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. എങ്ങനെയാണെങ്കിൽ ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വിശ്വസിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചാൽ, അപ്പൊ പിന്നെ എനിക്ക് ആ വിശ്വാസത്തിന്റെ പവർ എന്താണെന്ന് മനസ്സിലായോ? വെൻ ഐ റെക്കൺ, ഞാൻ കൺസിഡർ ചെയ്യുന്നു ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കിക്കേ. ഞാനല്ല, ക്രിസ്തു അത്ര. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ആളെ ഒന്ന് ആ മുഖം ഒന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളല്ല ജീവിക്കുന്നത്. ആരാ ജീവിക്കുന്നത്? ക്രിസ്തുവാണ്. ക്രിസ്തുവിന് അവനോട് എന്നുള്ള കാര്യം, അത് വിശ്വാസത്താൽ സംഭവിക്കും എന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. കാരണം ഇന്നും പാലിനാണ് ഇഷ്ടം. എബ്രായർ 5:11. എബ്രായർ 5:11. എബ്രായർ 5:11. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ തമിഴിൽ എഴുതിയേക്കുന്നത് ഈ മൽക്കീസദേക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇനിയും വളരെയധികം പറയാനുണ്ടെന്നാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച്, അവൻ എങ്ങനെയാണ് എനിക്ക് പകരക്കാരനായത്, എങ്ങനെയാണ് അവന്റെ നീതി എന്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്നുള്ള വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ചും കൂടെ വിശദീകരിക്കണം എന്നുണ്ട്. പക്ഷെ ഇത് ഗ്രഹിക്കാനുള്ള മൈൻഡ് നിങ്ങൾക്കില്ല എന്നാണ് പൗലോസ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏറ്റവും ഡിഫിക്കൽട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രിസ്തു എനിക്ക് പകരക്കാരനായി വരുന്നത് എന്നുള്ളതാണ്. ഹൗ ഡസ് ജീസസ് ബിക്കം മൈ സബ്സ്റ്റിറ്റ്യൂട്ട്? വിശ്വാസത്താൽ അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ പ്രവൃത്തികളാൽ അല്ലാത്ത ഒരു നീതി, ആ നീതിയാൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിർത്തും എന്നുള്ളതാണ് നീതീകരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. Okay, Christ is all my righteousness. I stand complete in him. Okay, യേശു ക്രിസ്തുവിൽ നമ്മൾ നീതിയിൽ പൂർണ്ണരായി നിൽക്കുന്നു. അത് ദൈവം നമുക്ക് തരുന്ന കുഞ്ഞാടിന്റെ നീതി വസ്ത്രമാണ്. ഓക്കെ, അപ്പോൾ നീതീകരണത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ സൗജന്യമായി ദൈവം നമുക്ക് നൽകുന്ന നീതീകരണത്തെക്കുറിച്ചും നീതിക്ക് വേണ്ടിയുള്ള യുദ്ധത്തെക്കുറിച്ചും നമുക്ക് ആവശ്യത്തിന് മനസ്സിലായി കാണുമായിരിക്കാം. ഫണ്ടമെന്റൽസ് ഇത് മുഴുവൻ ഒരിക്കലും മനസ്സിലാവില്ല. ഇതെല്ലാം നമ്മൾ ലൈഫ് എക്സ്പീരിയൻസസിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് വിശുദ്ധീകരണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്? ഇത്രയും നാളത്തെ ബൈബിൾ സ്റ്റഡിയിൽ എന്തൊക്കെയാണ് കണ്ടത്? ഒന്ന്, നിത്യജീവൻ പ്രാപിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ. വീണ്ടും ജനനം, രക്ഷ, വാഗ്ദത്തം, പ്രത്യാശ. ഓർമ്മയുണ്ടല്ലോ എല്ലാം അല്ലേ? ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിച്ച റോമാലേഖനത്തിൽ നിന്നും നീതീകരണം എന്ന വിഷയമാണ്. God making us righteous. അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് നമ്മുടെ വിശുദ്ധീകരണം എന്ന വിഷയമാണ്. അപ്പം നമ്മൾ രണ്ട് ബൃഹത്തായ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ
വിശുദ്ധീകരണം എന്ന് പറയുന്ന അതിബൃഹത്തായ ഏറ്റവും ബുദ്ധിമുട്ടേറിയ രക്ഷയുടെ പടിയെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് സംസാരിക്കുന്നത്. നീതീകരണം സംഭവിക്കുന്നത് ഒരൊറ്റ നിമിഷത്തിലാണ്. ഒരൊറ്റ നിമിഷത്തിൽ. അതായത് 1 മിനിറ്റ്. അത് ഏത് സമയത്താണെന്ന് നമുക്ക് അറിയത്തില്ല. എപ്പോൾ ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉളവാകുന്നോ ആ സമയത്ത് തന്നെ, നമ്മുടെ രക്ഷാ ദിവസത്തിൽ തന്നെ, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ നീതീകരണം നമുക്ക് ലഭിക്കും. സോ the beginning of salvation is instantaneous. It takes only a second. ജനിക്കാൻ വേണ്ടി നമുക്ക് ഒരു സെക്കൻഡ് മതി. ഇനി തേജസ്കരിക്കപ്പെടാൻ വേണ്ടിയോ? രക്ഷയുടെ അവസാനത്തെ പടി അതാണ്, ശരീരത്തിന്റെ രക്ഷ. തേജസ്കരിക്കപ്പെടാൻ നമുക്കൊരു കണ്ണിമയ്ക്കുന്ന നേരം മതി. ഇൻസ്റ്റന്റേനിയസ് ആണത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ജീവൻ തരുന്നതും ഒരു മോമെന്റ് കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ലോകം വിട്ട് തേജസ്കരിക്കപ്പെട്ട് പോകുന്നതും ഒരൊറ്റ നിമിഷാർദ്ധത്തിൽ, ഒരു നിമിഷം പോലും ഇല്ല, അതിന്റെ ഒരു ഭാഗം, കണ്ണിമയ്ക്കുന്ന നേരത്തിൽ. അപ്പൊ രക്ഷയുടെ 3 തലങ്ങളിൽ, അതായത് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണവും തേജസ്കരണവും വളരെ ഫാസ്റ്റാണ്. ഇറ്റ് ഹാപ്പൻസ് ഓൾ ഓഫ് എ സഡൻ. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനുള്ള അഭ്യസനമാണ്. അവിടെ വേദനയുണ്ട്, ക്രൂശുണ്ട്, കഷ്ടതയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. വളരെ വേദനാജനകമായ ഒരു ഇടുക്കു വഴിയിലൂടെയാണ് നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത്. It is the most laborious of all salvific works. ഇപ്പൊ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് നീതീകരിക്കുന്നത് ദൈവം, സംബന്ധിച്ചല്ലോ, ആർക്കും സംശയമില്ല. തേജസ്കരിക്കുന്നത് ദൈവം, അതിന് സംശയമേ ഇല്ല. അപ്പോൾ വിശുദ്ധീകരിക്കുന്ന ആരാ? അത് നമ്മളാണ്. ഇങ്ങനെയാണ് വലിയൊരു പങ്കാളുകളും രക്ഷയുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം, മഹാകഠിനാധ്വാനം ആവശ്യമുള്ള ആ ഭാഗത്ത് മാത്രം ദൈവം നമ്മളെ കൈവിട്ടേക്കുക. അത് നിങ്ങൾ തന്നെ ചെയ്തോളാൻ പറഞ്ഞേക്കാം. വിശ്വസിക്കുന്നുണ്ടത്? അപ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആരാ ശരിക്കും? നമ്മൾ തന്നെയല്ല, ദൈവം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ എന്ന് എത്ര പ്രാവശ്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിന്റെയും പ്രാണന്റെയും സകല കന്മഷവും നീക്കി, അതുപോലെ അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കട്ടെ. അഴുക്ക് ചെയ്യുന്നവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും. അപ്പൊ എന്തുമാത്രം പണിയാ നമ്മൾ പറഞ്ഞേക്കുന്നറിയാമോ? ഈ വിശുദ്ധീകരണത്തിന്റെ പണി, കഷ്ടത, അനുസരണം, ഇതെല്ലാം ആര് ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം ശരിക്കും ചെയ്യുന്ന ദൈവമാണ്. അപ്പൊ പിന്നെ നമ്മളോട് എന്തിനാ ഇത് പറയുന്നത്? നിങ്ങൾ ചെയ്യുന്ന പറയുന്നത് എന്തിനാ പറയുന്നത്? ഇത് എങ്ങനെയാണ് നമ്മളും കർത്താവും കൂടെ ഇത് ചെയ്യുന്നത്? അങ്ങനെ പോലും പറയാൻ പാടില്ല. ഈ കർത്താവും ഞാനും കൂടെ ഇത് ചെയ്യുന്നെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വിശുദ്ധീകരണത്തിന്റെ 50% ദൈവവും 50% ഞാനുമാണ്, ബാക്കിയെല്ലാം ഫുൾ ദൈവമാണ്. പണ്ട് ഒരാന ഒരു കുറുക്കനെ ചവിട്ടി കൊന്നതായിട്ടൊരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ ആനയുടെ തലയുടെ മുകളിൽ ഒരു ഉറുമ്പിരിപ്പുണ്ടായിരുന്നു. ഈ ഉറുമ്പ് എന്താ പറയുന്നറിയാം? ഞാനും ആനച്ചേട്ടനും കൂടെ ആ കുറുക്കനെ ചവിട്ടി കൊന്നു പറഞ്ഞു. ഉറുമ്പ് എന്ത് ചെയ്താണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയുള്ളൂ നമ്മുടെ പണി. നമ്മൾ ഇതിനകത്തൊക്കെ കൂട്ടുന്ന തന്നെ ദൈവത്തിന്റെ വലിയ കരുണയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്താലേ, ഇത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ കോൺട്രഡിക്ഷൻ പറയുന്നതല്ല, ഇതൊരു ശൈലിയിൽ പറയുന്ന, ശ്രദ്ധിച്ചോണേ. ഞാൻ തന്നെ ചെയ്താലേ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുള്ളൂ. ഉദാഹരണത്തിന്, ഒരു മനുഷ്യന് സഹായം ചെയ്യണം.
അത് വേറെ ആരെങ്കിലും ചെയ്താൽ ഞാൻ നന്നാവോ? ഇല്ല, ഞാൻ തന്നെ ചെയ്യണം അല്ലേ? അപ്പൊ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തികൾ ആര് തന്നെ ചെയ്തേ പറ്റുള്ളൂ. ആരാണോ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് അവൻ ചെയ്തല്ലേ പറ്റുള്ളൂ. ആ കഷ്ടതയിലൂടെ അവൻ പോയല്ലേ പറ്റുള്ളൂ. ആ ചെയ്യേണ്ട കാര്യങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് വന്നല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം ഈ വിശുദ്ധീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ലേഖനങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവിടെ എല്ലാം എങ്ങനെയാണ് ഈ പ്രോസസ് നടക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ വാക്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എങ്ങനെയാണ് ദൈവം നമ്മളെ കൊണ്ട് ഓരോ പണി ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാണ്. ഞാൻ ബൈബിളും പിടിച്ച് നടക്കുന്ന ഒരു ഉപദേശിയാകുന്നു. എന്നെ അടുത്തറിയാവുന്ന ഒരൊറ്റ ആള് പോലും ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല, ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പോയി മരിക്കണമെന്നോ സുവിശേഷ വേല ചെയ്ത് എവിടെയെങ്കിലും ആൾക്കാരെ കർത്താവിലേക്ക് നേരണം ഒന്നും ചിന്തിച്ചിട്ട് പോലും. അപ്പൊ ഇന്ന് ആരൊക്കെ ഇതൊക്കെ ചെയ്തത്? ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്ന് തൊട്ട് കമ്മിറ്റ്മെന്റോടെ ജീവിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയതാണോ? അല്ല. അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം എന്റെ മേൽ നടത്തിയേക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. എന്നെ ഈ കോലത്തിലാക്കാൻ കർത്താവ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ആരാ ചെയ്തത്? ഞാനാ ചെയ്തത്. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാ? ദൈവം എന്നെ പതുക്കെ 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 മോൾഡ് ചെയ്ത് ക്രിസ്തുവിന്റെ ക്യാരക്ടർ തന്ന് പഴയതിനെ അഴിച്ച് കളഞ്ഞ് എന്റെ കഷ്ടങ്ങളിലൂടെ വിട്ട്, ഡിസിപ്ലിനിലൂടെ വിട്ട്, നാണക്കേടിലൂടെ വിട്ട്, നിന്റെ ജീവിതത്തിൽ നീ പോകാൻ ആഗ്രഹിക്കുന്ന വഴികളെ അടച്ച് മുട്ടിൽ നിർത്തി നിലവിളിപ്പിച്ചാണ് എന്നെ ഇങ്ങനെ ആക്കി. അവസാനം ചെയ്തത് ആരാ? ഞാനാ. മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണത്തിന് ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രക്ഷായുടെ സുവിശേഷം കേൾക്കുന്നുള്ള കാര്യം. അന്ന് ദൈവം ചെയ്ത പണിയുണ്ടല്ലോ, ചില്ലറ പണിയല്ല. ഒന്ന്, എൻ്റെ ഹൃദയത്തെ ഒരു 3-4 മാസം മുമ്പ് നടന്ന ഒരു സംഭവം കൊണ്ട് ദൈവത്തോട് അനുകൂലമായി തുറന്നിരുന്നു. പോയിന്റ് നമ്പർ 1, ദൈവം ചെയ്തതാണ്. 2, എന്നോട് സുവിശേഷം പറയേണ്ട ആള് ആ ചായക്കടയിൽ എനിക്ക് അഭിമുഖമായി ചായ കുടിക്കാൻ ഇരുന്നിരുന്നു. അയാൾ പണ്ട് എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കട 5 മിനിറ്റ് കൂടെ. ഞാൻ വരേണ്ട വണ്ടി സമയം തെറ്റാതെ, വണ്ടിയെല്ലാം നടന്നാ പോയത്, സമയം തെറ്റാതെ കൃത്യസമിതി മനുഷ്യൻ വന്ന വണ്ടി അവിടെ എത്തണമായിരുന്നു. ഇയാൾ എന്നോട് ഇങ്ങനെ തന്നെ ചോദിക്കണമായിരുന്നു, ഞാൻ ഇങ്ങനെ തന്നെ മറുപടി പറയണമായിരുന്നു. അപ്പൊ അതനുസരിച്ച് എന്നെ പണിത് കർത്താവ് എടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റിലേക്ക്, അല്ലേ? അപ്പൊ എത്ര സംഭവങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്താലാണ് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എഞ്ചിനീയറിംഗ് അപ്പോൾ ആ സുവിശേഷം പറയുന്ന അതേ വ്യക്തി തന്നെ എന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന, എന്നോട് എൻ്റെ ഹൃദയത്തോട് അനുയോജ്യമായി സുവിശേഷം പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ദൈവം കഷ്ടപ്പെടുത്തി, അയാൾക്ക് മനസ്സിലായി കാണില്ല അയാൾ എന്തിനാ ചായക്കടയിൽ പോയിരിക്കുന്നു എന്നുള്ള കാര്യം ആ സമയത്ത് അത്ര നേരം. അപ്പൊ ദൈവത്തിന്റെ ഒരു ഭയങ്കര എഞ്ചിനീയറിംഗിനകത്താണ് നമ്മൾ ഭയങ്കര വീരവാദം മുഴക്കിക്കൊണ്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ അതിന് ഉത്തരവാദി ദൈവമാണ്, ദൈവം മാത്രമാണ് ഇതെല്ലാം ചെയ്തത്, എന്റെ ബുദ്ധിയിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ആകാൻ കഴിയുമായിരുന്നില്ല. സമ്മതിച്ചോ? അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് പോലും, ഉദാഹരണത്തിന് ഞാൻ സ്ത്രീധനം വാങ്ങിക്കില്ല തീരുമാനം എടുത്തപ്പോൾ എനിക്ക് എത്ര വയസ്സായിരുന്നു അറിയാം? 8 വയസ്സ്. 8-9 വയസ്സിൽ ഞാൻ തീരുമാനം എടുത്തതാണ് സ്ത്രീധനം വാങ്ങിയില്ല. അന്ന് പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു, ഇന്ത്യ ഗവൺമെന്റ് സ്ത്രീധനം നിരോധിച്ചു. ഒത്തിരി സംഭവങ്ങൾ വരുമായിരുന്നു. പെൺപിള്ളേർ മരിക്കുന്നു, സൂയിസൈഡ് ചെയ്യുന്നു, സ്ത്രീധനം ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ അന്ന് ഒരു കാര്യം തീരുമാനിച്ചു, എന്ത് സംഭവിച്ചാലും ഡൗറി വാങ്ങിക്കുന്നില്ല. അപ്പോൾ ആ തീരുമാനം എന്നെ കൊണ്ട് എടുപ്പിക്കാൻ എന്തെല്ലാം സ്വാധീനങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടാവും.
അപ്പൊ എന്റെ വിവാഹം ഒരുക്കുന്നത് ദൈവം എപ്പോ തൊട്ട് തുടങ്ങിയതാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫിൽ ഓരോരോ മൈനർ ഈവന്റും പുറകോട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ഭുതകരമായ പ്ലാനിങ്. അതിനകത്ത് ഞാൻ ചെയ്തെന്ന് അവകാശപ്പെടാൻ എനിക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം നമ്മളായാലും ചെയ്യുന്നതെല്ലാം ദൈവമാണ്. ഒത്തുപോകുന്നില്ലല്ലേ? നമ്മൾ ആകെ കേട്ടുള്ള 50% ഗോഡ് 50% മീ എന്നുള്ള ആ തേഞ്ഞ നശിച്ച് ദ്രവിച്ചു പോയ ആ ഡയലോഗാണ് എപ്പോഴും വരുന്നത്. പക്ഷെ ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്താ പറയുന്നത് അറിയോ? 100% ഗോഡ് 100% മാൻ. 100% ദൈവം അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഫലം എനിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. ഗോഡ് ഈസ് 100% ഓൾവേസ് ടു മേക്ക് us 100% ഇൻ ഹിം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ, അതായത് ഈ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയും, ആത്മാവിന്റെ വിശുദ്ധീകരണം. ദ സ്പിരിറ്റ് സാങ്ക്ടിഫൈസ് us. ഇത് മാനുഷികമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ അക്യൂമുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വിശുദ്ധിയല്ല. പിന്നെയോ കർത്താവിന്റെ ആത്മാവ് അവന്റെ സ്വഭാവത്തെ നമുക്ക് തന്ന് വിവിധ സാഹചര്യങ്ങളുടെ കടത്തിവിട്ട് മരുഭൂമി അനുവദിച്ച്, ഇടുക്ക് വഴികൾ അനുവദിച്ച്, ആളുകൾ നമ്മളെ നിന്ദിച്ചും പരിഹസിച്ചും. നിങ്ങൾക്കറിയാം, ഈ പൗലോസ് ഭയങ്കര മതഹങ്കാരിയായ ഒരു മനുഷ്യനായിരുന്നു അല്ലേ? ആയിരുന്നു. മതത്തെക്കുറിച്ച് ഭയങ്കര അഭിമാനമുള്ളൊരു മനുഷ്യനായിരുന്നു പൗലോസ്. പൗലോസിന്റെ ഉള്ളിൽ നിന്ന് ആ അഭിമാനം കളയാൻ വേണ്ടി കർത്താവ് എന്തൊരു കഷ്ടപ്പെട്ടെന്നറിയോ? എന്തുമാത്രം അടി അവനെ കൊണ്ടു. പൗലോസിനെ ചോദിക്കുക, എന്തോരം കഷ്ടതയാ എന്റെ മക്കളെ ഞാൻ അനുഭവിക്കുന്നു. അത് വായിച്ചപ്പോ എനിക്ക് രാവിലെ സങ്കടം തോന്നി. അതിനെക്കുറിച്ച് പറയാൻ പോലും പറ്റാത്ത കഷ്ടതയാണ് ഞാൻ അനുഭവിക്കുന്നത്. പൗലോസിനെ വിളിച്ചപ്പോഴേ കർത്താവ് പറഞ്ഞായിരുന്നു, അവൻ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടം അനുഭവിക്കാൻ പോകുന്ന ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. എല്ലാ കഷ്ടവും സഹിക്കാം. പക്ഷെ കൊരിന്ത് സഭ പോലെ പൗലോസ് ഇൻവെസ്റ്റ് ചെയ്തൊരു സഭയിൽ ചെല്ലുമ്പോൾ അവര് മൈൻഡ് ചെയ്യാതെ അപമാനിക്കുമ്പോൾ പൗലോസ് അവിടെ നിന്ന് പറയാം, അപമാനിച്ചല്ലേ നീ ഒന്നും ഗുണം പിടിക്കില്ല. അങ്ങനല്ല പൗലോസ് പറയുന്നത്. പൗലോസ് അവിടെ നിന്ന് യാചിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു ഇത്തിരി ഇടം തരണേ മക്കളെ. എന്താ ആ ഇടം കിട്ടിയാലേ അവിടെ സുവിശേഷം പറയാൻ പറ്റുള്ളൂ. നാണം കെട്ടാ സാരമില്ല, പോട്ട്, എങ്ങനെയെങ്കിലും ഇവരോടൊന്ന് സുവിശേഷം എത്തിക്കണം. അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് അനുവദിക്കൂ എന്ന് പറയുന്നത് ഈ ബർഡൻ കർത്താവ് തന്നിരിക്കുന്ന ബർഡൻ ആൾക്കാരെ കുറിച്ച്. പൗലോസിന്റെ ലജ്ജയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവം ഒരു വിശുദ്ധനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പൗലോസ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ദൈവത്തിന് ഇഷ്ടമാണോ? അല്ല. ആ വേദനയിൽ കർത്താവ് കൂടെ ഉണ്ട്. പക്ഷെ നിവൃത്തിയില്ല. പൗലോസ് ശരിക്കും അനുഭവിച്ച ആ അനുഭവങ്ങളിലൂടെ അവൻ ക്രിസ്തുവിന്റെ ക്യാരക്ടറുള്ളവനായി മാറും. അപ്പം വലിയൊരു അധ്വാനം ഈ വിശുദ്ധീകരണത്തിന്റെ പുറകിലുണ്ട്. ഞാനിതൊരു ആമുഖമായിട്ട് വിശുദ്ധീകരണത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞതാണ്. ഇനി വിശുദ്ധീകരണം എന്താണ് ഈ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഈ സാധനം? വാട്ട് ഈസ് ഇറ്റ്? അത് വളരെ ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ദൈവത്തിന് 2 തരം സ്വഭാവ സവിശേഷതകളുണ്ട്. ഒരെണ്ണത്തിന് നമ്മൾ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നും മറ്റതിനെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്നും പറയും. അതായത് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളിലേക്ക് പകർത്തി തരാത്ത ദൈവത്തിന്റെ സ്വതവേയുള്ള സ്വഭാവങ്ങളാണ്. അതായത് ദൈവം ആരെ ആശ്രയിക്കുന്നില്ല, നമ്മൾ എപ്പോഴും ആരെയും ആശ്രയിക്കും. ദൈവം നമ്മൾ ഒരിക്കലും അതായത് ആശ്രയം വേണ്ടാത്തവരാക്കി മാറ്റുന്നില്ല, ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റുന്നില്ല. ദൈവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല, നമുക്ക് എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ഉള്ളൂ, നമുക്കില്ല. എന്നാൽ ദൈവത്തിനുള്ളത് നമ്മളിലേക്ക് പങ്കുവെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അവന്റെ ആത്മീക സ്വഭാവം, സ്നേഹം, മോറൽ ക്വാളിറ്റീസ്, ഇതെല്ലാം ദൈവം നമുക്ക് പങ്കുവെക്കുന്നു. ഈ ധനമെല്ലാം, ഈ വിശുദ്ധീകരണത്തിന്റെ ധനമെല്ലാം ക്രിസ്തുവിലാണ്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ ഈ സ്വർഗീയ ധനത്താൽ നമ്മൾ ദൈവിക സ്വഭാവം നിറഞ്ഞവരായി മാറുകയാണ്. അപ്പൊ ശരിക്കും വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് തരുന്നതിനെയാണ് ശരിക്കും നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്.
ഇംപാർട്ടിങ് ഗോഡ്സ് നേച്ചർ ത്രൂ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിന്റെ ലൈഫ് നോക്കിയാൽ നമുക്കറിയാം, സർവശക്തി, സർവവ്യാപിത്വം, ഇതൊന്നും കർത്താവ് ഉപയോഗിച്ചില്ല. യേശുക്രിസ്തുവിന്റെ ലൈഫിൽ അവൻ എന്തെല്ലാം ദൈവിക ഗുണങ്ങൾ ഉപയോഗിച്ചോ അതെല്ലാം എനിക്ക് തരാനുള്ളതായിരുന്നു, വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ എനിക്ക് പകരക്കാരനായി. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള, അതായത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ കോവിഡിന് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് പറയുന്നത്, അതായത് ഇങ്ങോട്ട് പകർത്താൻ പറ്റും. അപ്പൊ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്നിലേക്ക് പകർത്താൻ കഴിയുന്ന ആ സ്വഭാവ സവിശേഷതകളെയാണ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതാണ് ദൈവം നമുക്ക് തരുന്നത് ക്രിസ്തുവിലൂടെ. ഇപ്പൊ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അവന്റെ സ്വഭാവമാണ്, നമ്മളിൽ നിറയുന്ന വിശുദ്ധീകരണം എന്ന പ്രോസസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ വിശുദ്ധീകരണം നടക്കുന്നത്? ആത്മാവ് നമ്മുടെ ആത്മാവ് വഴി മനസ്സിനെ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധീകരണം ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് അവർ മൈൻഡ്. ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ദേഹിയുടെ രക്ഷയാണ്. ആത്മരക്ഷയാണ് നീതീകരണം, ദേഹീ രക്ഷയാണ് വിശുദ്ധീകരണം. നമ്മുടെ തിങ്കിങ്, അതെ, മനസ്സ്, മൈൻഡ്, ആ മൈൻഡ് മുഴുവൻ ക്രിസ്തുവിന്റെ സ്വഭാവം നിറഞ്ഞതായി മാറുന്നതിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഈ എങ്ങനെയാണ് വേദപുസ്തകം നമ്മളെ വിശുദ്ധരാക്കുന്ന ഉപദേശത്തെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ബുധനാഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. വിശുദ്ധീകരണത്തിനുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.